മുംബൈ ആരാധകരുടെ സൈഡിൽ നോക്കുമ്പോൾ വളരെയധികം ഈ പറഞ്ഞ ടെൻഷൻ അടിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പൊ ഡൽഹിയെ സംബന്ധിച്ച് 4-4 ജയിച്ചുകൊണ്ട് വരുന്നു. മുംബൈയെ സംബന്ധിച്ച് 5 മത്സരങ്ങളിൽ 4 പരാജയപ്പെട്ടുകൊണ്ട് വരുന്നു. ഈ 6ാമത്തെ മത്സരത്തിൽ ഇതും കൂടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇനി ഒരു തിരിച്ചുവരവിന് എന്താ പറയുക സാധ്യതകൾ കുറെ കൂടെ കുറയുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ തിരിച്ചു വരേണ്ടതാണ് മുംബൈ ഇന്ത്യൻസ്. അപ്പം തിരിച്ചു വരണമെങ്കിൽ ആരെയാണ് തോൽപ്പിക്കേണ്ടത്? ഈ നിലവിലുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പാടായിട്ടുള്ള നല്ല പോലെ മത്സരങ്ങളിൽ ഇതുവരെയും ഒരു തോൽവി അറിയാണ്ട് കയറി വന്നിട്ടുള്ള ഡൽഹിയെ പരാജയപ്പെടുത്തിട്ട് വേണം മുംബൈക്ക് ഒരു കംബാക്ക് നടത്താൻ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ മത്സരം എത്രത്തോളം ഈ പറയുന്ന പോലെ ഒരു ടൈറ്റ് ആയിരിക്കും എന്നുള്ള മത്സരം. ശരിക്കും പറഞ്ഞാൽ കളി കണ്ടവർക്ക് അത്ര തന്നെയും ഈ പറയുന്ന ആവേശകരമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരിക്കും ഇന്നത്തെ മത്സരത്തിൽ. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ മുംബൈ ഇന്ത്യൻസിന്റെ ആരാധകർ ഒറ്റയ്ക്കും അതുപോലെ തന്നെ മറ്റുള്ള ആരാധകർ ഈ പറയുന്ന പോലെ ഡൽഹിയുടെ കൂടെയും നിൽക്കാനുള്ള സാധ്യതകളായിരിക്കും ഏറെക്കുറെ കാണുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു വിജയം ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിരുന്നു. കാരണം അങ്ങനൊരു വിജയം വന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മുന്നോട്ടുള്ള മുംബൈയുടെ പോക്കിനെ വളരെയധികമായിട്ട് ബാധിച്ചേനെ. ഇപ്പൊ ഡൽഹി ഒരു കളിയിൽ പരാജയപ്പെട്ടത് കൊണ്ട് അവർക്ക് ഇനി ഇപ്പൊ കാര്യമായിട്ടുള്ളൊരു ഇതുണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുംബൈ അർഹിച്ചിരുന്ന ഒരു വിജയം തന്നെയാണ്. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും വിജയത്തിന് തൊട്ടടുത്ത് വരെ വരികയും എന്നാൽ പരാജയത്തിലോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഈ പറയുന്ന മുംബൈയുടെ കാര്യത്തിൽ. പക്ഷെ ഈ മത്സരത്തിലും അതുപോലെ തന്നെ പോകുമോ എന്ന് നമ്മൾ പേടിച്ചു. ആരാണ്? കരുൺ നായർ. എന്തു മനുഷ്യനാണ് അദ്ദേഹം, എന്തു മനുഷ്യനാണ്. എന്നെ കളിച്ച് ശരിക്കും പറഞ്ഞ ഞെട്ടി. മലയാളി ആയതിൽ ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി അഭിമാനമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു മത്സരം ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. നിങ്ങൾ എത്ര പേര് അത് പ്രതീക്ഷിച്ചിട്ടുണ്ട്? നിങ്ങൾ ആരും പ്രതീക്ഷിച്ച് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷെ നല്ലൊരു ഇന്നിങ്സ് കളിക്കുമായിരിക്കും. അതിനപ്പുറത്തേക്ക് ഇത്രയും ഒരു അഗ്രസീവായിട്ടുള്ള ഒരു മോഡിലോട്ട് ഈ പറയുന്ന കരുൺ നായർ മാറുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇമ്പാക്ട് സബായിട്ട് ഈ പറയുന്ന പോലെ 205 റൺസോളം ഉള്ളപ്പോൾ ഞാൻ ഓർത്ത് കരുൺ നായരെ ഇറക്കിയത് നല്ലതാണോ, നല്ലൊരു തീരുമാനം ആകുമോ എന്ന് എന്റെ മനസ്സിൽ പലപ്പോഴായിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശരിക്കും പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ആ മുംബൈയുടെ ഒരു വിജയം വേണ്ടി നമ്മൾ നോക്കി നിൽക്കുക. ആ സമയത്ത് കരുൺ നായർ ഈ തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രസ്ട്രേറ്റഡ് ആകുന്നുണ്ട്. എങ്ങനെയും ഈ കരുൺ നായറിനെ ഒന്ന് ഔട്ടാക്കണം. അതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന അതാണ്. അപ്പൊ അതിനോട് കരുൺ നായർ വെച്ച് മൂളിക്കും. അതായത് ബുംറയെന്ന് പോലും നോക്കാണ്ട് ബുംറയൊക്കെ വെച്ച് തല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലോടെ തല്ല്, ഒരു രക്ഷയില്ല. സ്പിൻ ആണേലും പേസ് ബോളേഴ്സ് ആണേലും എന്തോ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഒരു ശ്രദ്ധ